السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, അവൻ്റെ നല്ലവരായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങൾ അതിനൊരു കാരണമാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മെ സ്വർഗത്തിലാക്കാനുള്ള കാരണമാണ്. ഒരിക്കലും അതിന് പകരം ആയിത്തീരുകയില്ല. അങ്ങനെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠകരമായ അള്ളാഹുവിനുള്ള ദിക്ർ എന്ന കാര്യം. അള്ളാഹു അതാ പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക. സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചാൽ ആ വിളിക്ക് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ കാതുകൾ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് നാം തിരിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവരോട് കൽപ്പിക്കുകയാണ്, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. എങ്ങനെ ദിക്ർ ചെയ്യണം? ദിക്റൻ കസീറൻ, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്തു പറഞ്ഞുകൊണ്ട് ആ മാതൃക ഉള്ള ആളുകളുടെ വിശേഷണങ്ങൾ പറയുന്നു. അള്ളാഹു അതിൽ എണ്ണിപ്പറഞ്ഞത്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറൻ, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നത്, ആരാണോ പരലോകം പ്രതീക്ഷിക്കുന്നത്, അതോടൊപ്പം അള്ളാഹുവിനെ ധാരാളമായി ആരാണോ ദിക്ർ ചെയ്യുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കാരണം മുഅ്മിനീങ്ങളുടെ അടയാളമാണ്
ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. നേരെ മറിച്ച് കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമല്ലാതെ ഓർമ്മിക്കുകയില്ല. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. യഖൂലുല്ലാഹു തആല, അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസാണിത്. അള്ളാഹു പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവന് ഞാനുണ്ടായിരിക്കുക. വഅന മഅഹു ഇദാ ദകറനി. അവൻ എന്നെ ഓർക്കുമ്പോൾ, എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അഥവാ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിലാണ്. അള്ളാഹു തആല ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിലാണുള്ളത്. എന്നാൽ അവൻ അടിമകളുമായി അവൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും സമീപത്ത് തന്നെയുണ്ട്. അത് രണ്ട് രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, എല്ലാവരെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും അള്ളാഹു കൂടെ തന്നെയുണ്ട്. മുസ്ലിം എന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു തആല എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാവരെയും നന്നായി അറിയുന്നുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട്. എന്നാൽ അള്ളാഹു തആല ഖാസായി പ്രത്യേകമായി കൂടെയുണ്ട് എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അത് സത്യവിശ്വാസികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഈമാൻ കൊണ്ട്, ഇതുപോലെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കൽ കൊണ്ട് അള്ളാഹു നൽകുന്ന മഅയ്യത്തുൻ ഖാസ എന്നാണ് അതിന് പറയുക. പ്രത്യേകമായി അള്ളാഹു നൽകുന്ന ഒരു മഅയ്യത്ത്, അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന കാര്യം. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ കൂടെ അള്ളാഹു സഹായിയായിക്കൊണ്ട് അവനെ സംരക്ഷിക്കാൻ, അവന് കാവൽ നൽകാൻ അങ്ങനെ റബ്ബ് കൂടെ ഉണ്ടാകും. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ ഓർത്ത് കഴിഞ്ഞാൽ, ഒരാൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്നിട്ടതാ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സിഹി. ഒരാൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ സ്വകാര്യതയിൽ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു തആല അവനെക്കുറിച്ചും ഓർക്കും. വഇൻ ദകറനി ഫീ മലഇൻ. ഇതൊരു സംഘത്തിൻ്റെ, ഒരു സദസ്സിൻ്റെ, ഒരാൾക്കൂട്ടങ്ങൾക്കിടയിലാണ് ഒരാൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് എങ്കിൽ ദകർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും. ഭൂമിയിലെ, ദുനിയാവിലെ ഏതൊരു സംഘത്തിൻ്റെ അരികിൽ നിന്നാണോ ഇയാൾ അള്ളാഹുവിനെ ഓർത്തത്, അതിനേക്കാൾ ഉത്തമമായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്ത ഈ വ്യക്തിയെക്കുറിച്ച് അള്ളാഹു സ്മരിക്കും. അയാളെക്കുറിച്ച് അള്ളാഹു പറയും, അയാളുടെ പേര് പറയും. സഹോദരങ്ങളെ, നോക്കൂ, അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു അത് പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് വിശേഷണങ്ങൾ സത്യവിശ്വാസികളുടെ വിശ്വാസം മുതൽ കർമ്മം മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനമായി അള്ളാഹു പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, ദിക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അഥവാ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു, അതുപോലെ മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പരലോകത്ത് ഇതല്ലാതെ ഒരു മുഅ്മിൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ പാപമോചനം, അള്ളാഹു പുറത്തു നൽകണം, അതോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലം നൽകണം. ഇത് ലഭിക്കാൻ ഒരുപാട് ഇബാദത്തുകളുടെ കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നാണ്. സ്ത്രീ പുരുഷന്മാർ, ആണാവട്ടെ പെണ്ണാവട്ടെ,
ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരാരോ അവർക്ക് അള്ളാഹു പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു, അതുപോലെ മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള ദിക്റുകളിൽ മഹത്തായ കാര്യമാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഒരു ഹർഫിന് അള്ളാഹു 10 പ്രതിഫലം എന്ന നിലക്കാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കലാണ്. കാരണം അള്ളാഹു തആല സംസാരിക്കുകയാണ്. അള്ളാഹു വിളിക്കുന്നു, യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു എന്നിങ്ങനെ അള്ളാഹു വിളിക്കുന്നു. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു സന്തോഷ വാർത്ത നൽകുന്നു. അള്ളാഹു താക്കീതുകൾ, മുന്നറിയിപ്പുകൾ നൽകുന്നു. അള്ളാഹു പഴയകാല ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾക്കുള്ള ശിക്ഷകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ധാരാളം അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ് ഉയർന്നു നിൽക്കുന്നു, ആദ്യം മുതൽ അവസാനം വരെ. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ പാരായണം എന്നത് സഹോദരങ്ങളെ ശ്രേഷ്ഠകരമായ ദിക്റാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോകരുത്. ഒരു ഓഹരി നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരു ഓഹരി പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം. നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരവും ദിക്റുകളുമൊക്കെ കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ 4 എണ്ണമാകുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. ഇതിൽ നിന്ന് ഏതുകൊണ്ട് നീ ആരംഭിച്ചാലും ഒരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഇങ്ങനെ ഹദീസിൽ വന്നു. ഇത് തിരിച്ചും മറിച്ചും എങ്ങനെയും ഒരാൾക്ക് ചൊല്ലാം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളാണ്. അള്ളാഹുവിനെ പുകഴ്ത്തലും പ്രശംസിക്കലും, അള്ളാഹുവിൻ്റെ നാമം അതിനെ വാഴ്ത്തലും പ്രകീർത്തിക്കലും, അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കലും, അവന് നന്ദി പറയലും ഒക്കെ അതിലുണ്ട്. സഹോദരങ്ങളെ, ഇത് എണ്ണവും കണക്കുമില്ലാതെ നമുക്കെത്രയും ചൊല്ലാവുന്നതാണ്. നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് പച്ചപിടിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഇതുപോലെയുള്ള ദിക്റുകൾ നമുക്ക് എത്രയും ചൊല്ലാം. വെറുതെ ഇരിക്കുമ്പോൾ, യാത്രയിലായിരിക്കുമ്പോൾ, വല്ല ജോലിയും ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഒരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ക്ഷീണവുമില്ലാതെ, ഒരു തളർച്ചയുമില്ലാതെ നമുക്ക് എത്രയും ചൊല്ലാൻ സാധിക്കുന്ന കാര്യമാണിത്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് പോലും ഇത് മനസ്സിലാവുകയില്ല നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന്. രഹസ്യമായി ഇഖ്ലാസോടുകൂടി നമുക്ക് ചൊല്ലാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. നമുക്ക് വല്ലാതെ ചുണ്ടുകൾ അനക്കേണ്ടതില്ല, അത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? 2 വചനങ്ങൾ, നാവിന് എളുപ്പമുള്ള 2 വചനങ്ങൾ, 2 വാക്കുകൾ. എന്നാലോ സഖീലതാനി ഫിൽ മീസാൻ, നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണത്. 2 വാക്കുകളാണത്. അതോടൊപ്പം റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട 2 വാക്കുകളാണത്. നോക്കൂ സഹോദരങ്ങളെ, എണ്ണവും കണക്കുമില്ലാതെ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ദിക്റുകളാണിത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് ഫഇന്നഹാ കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര സമയം വേണം? സെക്കൻഡുകൾ മാത്രം മതി സഹോദരങ്ങളെ ആ വാക്കുകൾ ഉരുവിടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഫി യൗമിൻ മിഅത മറ, 100 തവണ ഒരു ദിവസത്തിൽ പറയുകയാണെങ്കിൽ ഹുത്തത് ഖതായാഹു, അവൻ്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവൻ്റെ ചെറുപാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും ശരി. സഹോദരങ്ങളെ, എത്രയാണ് കടലിലെ നുരകൾ? തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ കാണുന്ന നുരകളുണ്ടല്ലോ, ആ നുരകളോളം ഒരാളുടെ ചെറുപാപങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. 100 തവണ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസത്തിൽ ചൊല്ലിയാൽ അത് മായ്ക്കപ്പെടും. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ദിക്റാണ് ഇത്. ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസത്തിൽ ഒരാൾ 100 തവണ പറയുകയാണെങ്കിൽ, ചൊല്ലുകയാണെങ്കിൽ, കാനത് ലഹു അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അതിന് പകരമാണത്. വകുതിബത് ലഹു മിഅതു ഹസന, അയാൾക്ക് 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. വമുഹയത് അൻഹു മിഅതു സയ്യിഅ, 100 തിന്മകൾ, അയാളുടെ ചെറുപാപങ്ങൾ മായ്ക്കപ്പെടും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസിയ, പിശാചിൽ നിന്ന് അവന് വൈകുന്നേരമാകുന്നത് വരേക്കും ആ ദിക്ർ, 100 തവണ ചൊല്ലിയ ആ ദിക്ർ സംരക്ഷണമാണ്. അല്ലാഹു തആല അയാൾക്ക് സംരക്ഷണം നൽകും. പിശാചിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു നൽകുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക്. ഈ 100 ഈ ദിക്ർ ചൊല്ലിയ ആളേക്കാൾ, ഇതിനേക്കാൾ കൂടുതൽ ഒരാൾ ചെയ്താലല്ലാതെ ഇതുപോലെയുള്ള ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനം മറ്റൊരാളും ചെയ്യുന്നില്ല. ഇതിനേക്കാൾ ഒരാൾക്ക് ശ്രേഷ്ഠനാവണമെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള അമലുകൾ കൂടി ഒരാൾ ചെയ്യണം. അത്രയും ശ്രേഷ്ഠകരമാണ് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു ദിവസത്തിൽ ചൊല്ലൽ. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതിന് കണക്കുകൾ പറഞ്ഞിട്ടില്ല, എത്രയും നിരുപാധികം ചൊല്ലാം. ചില ദിക്റുകൾക്ക് കണക്കുകൾ, എണ്ണം പറഞ്ഞിട്ടുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട്. അതത്രയേ പാടുള്ളൂ, അങ്ങനെയേ പാടുള്ളൂ. ഇനി നോക്കൂ, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. എണ്ണവും കണക്കും പറഞ്ഞിട്ടില്ല, എത്രയും ചൊല്ലാം. ഒരു സ്വലാത്തിനുള്ള പ്രതിഫലം മൻ സ്വല്ല അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു 10 പുണ്യം നൽകും. നോക്കൂ സഹോദരങ്ങൾ, ഇതൊക്കെ ദിക്റുകളാണ്. ദിക്ർ, ധാരാളമായി ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ദിക്റുകൾ അതിൻ്റെ എണ്ണവും കണക്കും അനുസരിച്ച് കൃത്യമായി മുറ പോലെ നിർവഹിക്കേണ്ടവരാണ് നാം. അതല്ലാത്തത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെത്രയും ഇഷ്ടമുള്ളതുപോലെ ധാരാളമായി കയ്യും കണക്കുമില്ലാതെ ചൊല്ലാം. എന്നാൽ വേറെ ചില ആളുകളുണ്ട് സഹോദരങ്ങളെ, ദിക്റുകൾ തോന്നിയതുപോലെ നിർമ്മിക്കും, പുതുതായി ഉണ്ടാക്കും, പ്രാസമൊപ്പിച്ച് വാക്കുകൾ ഒപ്പിച്ച്, എന്നിട്ട് അതിന് എണ്ണവും കണക്കും സമയവും ഒക്കെ നിശ്ചയിക്കും. രാവിലെ ഇത്ര, വൈകുന്നേരം ഇത്ര,
ഒരു ദിവസത്തിൽ ഇത്ര, ഒരു മാസത്തിൽ ഇത്ര. ചില സൂഫി കള്ള ത്വരീഖത്തുകളിലൊക്കെ 1000-ഉം 10,000-ഉം ലക്ഷവുമൊക്കെ ചൊല്ലാൻ കൊടുക്കും മുരീദന്മാർക്ക്. സാധുക്കൾ രാപ്പകലുകളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സ്വഹാബത്തോ പഠിപ്പിക്കാത്ത ദിക്റുകളാണ് എന്ന പേരിൽ ഇതിങ്ങനെ ധാരാളമായി ചൊല്ലുന്നുണ്ടാകും. അത്തരക്കാരോട് സുന്നത്തിൽ വന്ന ഈ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൊല്ലിയിട്ടുണ്ടാവുകയില്ല. അവർക്കൊരു പക്ഷേ അറിയുക പോലുമില്ല. ഇങ്ങനെ ഉണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും. അത്തരം ഇല്ലാത്ത ദിക്റുകൾ അതിനെ പ്രത്യേകമായി സദസ്സ് നിശ്ചയിച്ച്, അതിന് വയസ്സ് നിശ്ചയിച്ച്, അതിനാഴ്ചയും മാസവുമൊക്കെ നിശ്ചയിച്ച് ചൊല്ലുന്ന ആളുകളോട് അത് ബിദ്അത്താണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദിക്റുകളേ ഇല്ല എന്ന് പറയും. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തും ശേഷം കേട്ട ഹദീസുകളുമൊക്കെ എന്താണ് പറഞ്ഞത്? ധാരാളമായി ദിക്റുകൾ ചൊല്ലണമെന്നാണ്. പക്ഷെ അത് ഉള്ളത് ചെയ്യണം എന്നതാണ് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമം. കാരണം ഒരു കാര്യം ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെയുമായിരിക്കണം, എന്നാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരുപാട് ചെയ്യുന്നു, പക്ഷേ സുന്നത്തിലില്ലാത്തതാണെങ്കിൽ എത്ര ഇഖ്ലാസ് ഉണ്ടായിട്ടും എത്ര കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ചൊല്ലിയാലും ശരി, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത് ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്, ദീനിൻ്റെ അടിത്തറയാണത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിൻ്റെ സാരം. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യുകയുള്ളൂ. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ബലി, എൻ്റെ തവക്കുൽ, എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ റബ്ബിന് വേണ്ടി മാത്രം. അതോടൊപ്പം ഞാനിതൊക്കെ ചെയ്യുക എങ്ങനെയാണ്? എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അതിനപ്പുറത്തേക്ക് കൂട്ടാനോ കുറക്കാനോ ഞാൻ മുതിരുകയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി ദിക്റുകൾ ചൊല്ലാൻ, പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുസുന്നത്തിലും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള അള്ളാഹുവിനുള്ള ദിക്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത്. നമ്മുടെ നാവിൻ്റെ സുരക്ഷിതത്വമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും സ്വർഗവുമൊക്കെ നമുക്ക് പരലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ദുനിയാവിൽ അനേകം നന്മകൾ അതുകൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് നമ്മുടെ നാവിൻ്റെ സംരക്ഷണമാണത്. അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ ഗീബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, കളവുകളിൽ നിന്ന്, അതുപോലെയുള്ള നാവിൻ്റെ തിന്മകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. കാരണം ദിക്ർ എന്നത് വലിയ കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹു ധാരാളമായി ദിക്ർ ചെയ്യുന്ന സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും മഗ്ഫിറത്ത്, പാപമോചനം, വലിയ പ്രതിഫലം അഥവാ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നു. എന്താണ് ധാരാളമായി ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതിലേറ്റവും ചുരുങ്ങിയത് ഒരാൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ദിക്റുകളുണ്ട്. മഹാനായ ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഹാഫള അലാ അദ്കാരി സ്വബാഹി വൽ മസാഇ വഅദ്കാരിൻ ബഅദ സ്വലവാതി വഅദ്കാരിൻ നൗം. ആരാണോ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ മുറ പോലെ നിർവഹിക്കുന്നത് 4 സന്ദർഭങ്ങളാണ്. ഒന്ന്, പ്രഭാതത്തിൽ രാവിലെ ചൊല്ലേണ്ടതായ പ്രത്യേകം ദിക്റുകളുണ്ട്.
എണ്ണം പഠിപ്പിക്കപ്പെട്ട, ഇത്ര ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രത്യേകമായ ദിക്റുകളുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എണ്ണം പറഞ്ഞ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്. അതുപോലെ തന്നെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, അതുപോലെ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ. ഈ 4 സന്ദർഭങ്ങളിലുള്ള ദിക്റുകൾ ആരാണോ മുറ പോലെ നിർവഹിക്കുന്നത്, ഉദ്ദ മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അയാൾ അല്ലാഹു ഖുർആനിൽ പരാമർശിച്ച ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരിൽ എണ്ണപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ഇത് ഒരാൾക്ക് നിർവഹിക്കുക എന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളാണിവ. ഇതിനൊക്കെ പ്രത്യേകം ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, നമുക്ക് അദ്കാറിൻ്റെ കിതാബ് രൂപത്തിൽ അത് കിട്ടും. ചൊല്ലാത്തവരും മനപ്പാടമില്ലാത്തവരുമൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ടുള്ള ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. അത് പ്രത്യേകം വേറത്തെ നമ്മൾ കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അതൊരാൾ പഠിച്ചു മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ പിന്നെ അയാൾ മരിക്കുന്നവരെ ഒഴിവാക്കുകയില്ല. അത്രയും ശ്രേഷ്ഠതയുണ്ട്, അത്രയും പ്രത്യേകതകളുണ്ടതിന്. രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ അത് പതിവാക്കണം. ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് എളുപ്പമാണ്. എത്രത്തോളം നമ്മുടെ മൊബൈലുകളിൽ വരെ അത് കിട്ടും. ആപ്പ് രൂപത്തിൽ വരെ വിശ്വസ്തരായ ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള ആപ്പ് വരെ നമുക്ക് കിട്ടും. അത്രയും എളുപ്പമാണ്. എന്നിട്ടും നമ്മളത് ചൊല്ലുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ സഹോദരങ്ങളെ നമ്മൾ ഒഴിവാക്കരുത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഒരാൾക്ക് തിരക്കൊണ്ട് എഴുന്നേറ്റ് പോകണമെങ്കിൽ അയാൾക്ക് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ അത് ചൊല്ലിത്തീർക്കണം. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, നേരെ കിടക്കയിൽ പോയി വീഴും, കുറേ നേരം മൊബൈൽ നോക്കും, അങ്ങനെ തന്നെ കിടന്നുറങ്ങും. എത്ര ആളുകളുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയി. നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തണം, വുളൂ ചെയ്യണം. അതിൻ്റെ മര്യാദകൾ പ്രത്യേകം വേറെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കുക, വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. അത് അനുഭവിച്ചറിയേണ്ടതാണ്. അങ്ങനെ ഒരാൾ ഈ 4 സന്ദർഭങ്ങളിലുള്ള ദിക്റുകൾ മുറുകെ പിടിച്ചാൽ അല്ലാഹു പറഞ്ഞ ഈ ശ്രേഷ്ഠതകൾ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അള്ളാഹു എന്നെയും നിങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇത് കൽപ്പനയാണ്. ഒരു കൽപ്പനയുടെ അടിസ്ഥാന നിയമം അത് നിർബന്ധമാണ്. ഒരിക്കലും നമുക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നതല്ല, നിർബന്ധമാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ, ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. തമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.